നമസ്കാരം. ജ്യോതിഷശാസ്ത്രത്തിലെ ആദ്യ രാശിയായ മേടൻ രാശിക്കാർ എന്നും ജീവിതമെന്ന വേദിയിൽ മുൻനിരയിൽ നിൽക്കുന്നവരാണ്. കാത്തിരുന്നു കാണാം എന്നതിനേക്കാൾ നമുക്ക് പോയി നോക്കാം എന്ന് തീരുമാനിക്കുന്നവരാണ് ഇവർ. മിന്നലുപോലെ പെട്ടെന്നുദിക്കുന്ന ചിന്തകളെ ഇടിമുഴക്കം പോലെ പ്രവൃത്തിയിലേക്ക് മാറ്റാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് മേടരാശിക്കാരുടെ സ്വഭാവത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചുമാണ്. മേടരാശിക്കാർ ഇനി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇവരുടെ കരിയറിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നേടിയെടുക്കാൻ സാധ്യമാകും. മേടരാശിയിൽ പിറന്ന അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ മേൽ വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി നേടിയെടുക്കാൻ സാധ്യമാകും. നമുക്കറിയാം മേടരാശിക്കാർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച്. ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. എന്തൊക്കെയാണ് അത്? അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? മേടരാശിക്കാർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായി നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ടാകും. നാളെ ഗണപതി ഹോമവും ഉണ്ടാകും. നിങ്ങളെയും ഈ പൂജയിൽ പങ്കെടുപ്പിക്കും. ഇന്ന് രാത്രി 9 മണിയോടെ ഞാൻ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരദായിനിയും ത്രിപുര സുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിമറിയും. മേടരാശിക്കാർക്ക് വെല്ലുവിളികൾ ഭയമല്ല, അതൊരു ക്ഷണമാണ്. തോൽവികൾ ഇവരെ തളർത്താറില്ല. പകരം അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാത്രമേ ഇവർ അതിനെ കാണാറുള്ളൂ. ഇവരുടെ ജീവിതം ശാന്തമായ ഒരു നദിയല്ല, മറിച്ച് തടസ്സങ്ങളെ തട്ടിമാറ്റി കുതിക്കുന്ന ഒരു മലവെള്ളപ്പാച്ചിലാണ്. ഇവർക്ക് ദേഷ്യം പെട്ടെന്ന് വരും. അശ്വതി ഭരണി കാർത്തികക്കാർക്ക്. പക്ഷേ അത് ആളിപ്പടരുന്ന തീ പോലെയാണ്. അത്ര തന്നെ വേഗത്തിൽ അത് അണഞ്ഞു പോകുകയും ചെയ്യും. മനസ്സിൽ പകവെച്ച് താമസിക്കുന്ന പ്രകൃതം ഇവർക്കില്ല. ബന്ധങ്ങളിൽ ഇവർ വളരെ സത്യസന്ധരാണ്. ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയും. ഇഷ്ടമല്ലെങ്കിലും അത് മുഖത്തു നോക്കി പറയാൻ ഇവർക്ക് സാധിക്കും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും. അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഇവരുടെ സംസാരം കഠിനമായി തോന്നാം. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ കളങ്കമില്ലാത്ത ഒരു മനസ്സുണ്ട്. തൊഴിൽ മേഖലയിൽ മേടരാശിക്കാർ എന്നും അധികാരം കൈയാളാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്നതിനേക്കാൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഇവർ പരിശ്രമിക്കും. ഇത് നടക്കില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതൊരു മതിലായിട്ടല്ല, മറിച്ച് കയറി നിൽക്കാനുള്ള പടവായിട്ടാണ് ഇവർ കാണുന്നത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഇവർക്ക് പണം എന്നത് വെറും അക്കങ്ങളല്ല, മറിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ അടയാളമാണ്. സ്വന്തമായി ഒരു വീട്, വാഹനം എന്നത് ഇവരുടെ വലിയ സ്വപ്നമാണ്. വാടക വീട് ഇവർക്കൊരു താൽക്കാലിക താവളം മാത്രമാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്വന്തം മണ്ണിൽ ഒരു കൂര പണിയാൻ ഇവർ ഉറച്ച തീരുമാനമെടുക്കും.
വരാനിരിക്കുന്ന കാലം സാമ്പത്തികമായി ഇവർക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. 2026, 2027 കാലഘട്ടങ്ങൾ മേടരാശിക്കാരുടെ സുവർണ കാലഘട്ടമായിരിക്കും. ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി വലിയൊരു കൊട്ടാരം പണിയുമവർ. അവിടെ ഇവർ രാജാവിനെ പോലെ വാഴുക തന്നെ ചെയ്യും. ഇപ്പോൾ ശനി ഭഗവാൻ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ്. ഇതിനെക്കുറിച്ച് പലരും ആശങ്കപ്പെടുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ പ്രായമനുസരിച്ചാണ് ശനി ഫലം നൽകുന്നത്. 10 മുതൽ 20 വയസ്സ് വരെ ഈ പ്രായത്തിലുള്ളവർക്ക് ജീവിതത്തിലെ ചില പാഠങ്ങൾ പഠിക്കാനുള്ള കാലമാണ്. അമ്മയെ ദൈവത്തെപ്പോലെ കാണുക. അത് നിങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കും. 40 മുതൽ 50 വയസ്സ് വരെ നിങ്ങൾക്ക് ഇത് പൊങ്ങും ശനി കാലഘട്ടമാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈ സമയം വലിയ ഉയർച്ച ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും വന്നു ചേരും. 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഇത് ഏറ്റവും അധികം രാജയോഗമുള്ള സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരു വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ശനി നിങ്ങളെ കൊണ്ടെത്തിക്കും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. 50 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഇനി സുവർണ കാലഘട്ടമാണ്. 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക്, കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈ സമയം വലിയ വലിയ ഉയർച്ച അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. 60 വയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ കുടുംബസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും പതിക്കുന്നതിനാൽ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പിതാവുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നല്ലതാണ്. വലിയ തുക കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കുക. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മേടൻ രാശിക്കാർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എരിവുള്ള ഭക്ഷണങ്ങളും രാത്രിയിലെ അമിതാഹാരവും ഒഴിവാക്കുക. ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. അലർജി, ജലദോഷം, കാൽമുട്ടിലെ വേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ യാത്രകളിലും മറ്റും ശ്രദ്ധ പുലർത്തുക. നിങ്ങളുടെ ഭാഗ്യം എന്നത് നിങ്ങളെ തേടി വരുന്നതല്ല, മറിച്ച് നിങ്ങൾ പോയി പിടിച്ചെടുക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കഠിനാധ്വാനം ചെയ്യുന്ന മേടരാശിക്കാർക്കിത് രാജയോഗത്തിൻ്റെ സമയമായിരിക്കുമെന്ന്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഹനുമാൻ ചാലിസ കേൾക്കുന്നതോ ചൊല്ലുന്നതോ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. അതുപോലെ മുരുകൻ്റെ ഭജനയും വിഷ്ണു ഗായത്രി മന്ത്രവും നിങ്ങളുടെ തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും. മേടരാശിക്കാർ മറ്റൊരാൾ വെട്ടിയ വഴിയിലൂടെ നടക്കുന്നവരല്ല, മറിച്ച് സ്വന്തമായി പാതകൾ സൃഷ്ടിക്കുന്നവരാണ്. ഞാൻ പറയുന്നു, ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നിങ്ങൾ. ഈ വരാനിരിക്കുന്ന മാറ്റങ്ങളെ പോസിറ്റീവായി സ്വീകരിക്കുക. തീർച്ചയായും മേടരാശിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വലിയ ഉയർച്ചയിലേക്ക്, ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്ക് ഇവർ എത്തും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സന്തോഷ് ബ്ലോഗ്സ് ഓംകാരം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.